എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ പല നേട്ടങ്ങളും നമ്മൾ സ്വപ്നം കാണാറുണ്ട്. അത് നമ്മൾ കുറേ കാലമായിട്ട് നമ്മൾ ചിലപ്പോൾ മനസ്സിൽ താലോലിക്കുന്ന ചില സ്വപ്നങ്ങളായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഒരു ജോലി വേണമെന്നോ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകണമെന്നോ, അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് റെഡിയാക്കി വെക്കും. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മൾ കുറേ ദിവസം മുന്നേ അല്ലെങ്കിൽ കുറേ വർഷങ്ങളായിട്ടും ചിലർ പ്ലാൻ ചെയ്യും. പക്ഷെ നമ്മൾ അതൊക്കെ നേടിയെടുക്കണമെങ്കിൽ ചിലപ്പോൾ കുറേ സമയങ്ങൾ കാത്തിരിക്കേണ്ട കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ നമുക്കത് പെട്ടെന്ന് സാധിക്കുന്ന കാര്യങ്ങളുമായിരിക്കാം. പക്ഷെ നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് വെക്കും. നമുക്കത് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ നമ്മളോട് ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കുമല്ലോ. ഏത് കാര്യത്തിനും അങ്ങനെയാണ്. നമ്മൾ ഒരു യാത്ര പോകാനാണെങ്കിൽ പോലും നമ്മൾ വിചാരിക്കും, അവിടെ പോയാൽ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അതൊക്കെ കാണാം, ഇതൊക്കെ കാണാം. അങ്ങനെയൊക്കെ നമ്മളൊരു പ്ലാനിങ് നമ്മളെ മനസ്സിലുണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു വിഷയം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ചിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കും. പ്രത്യേകിച്ച് നമ്മൾ ജീവിതത്തിലെ ഓരോ നേട്ടങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടാവും. കുറച്ചൊന്നുമല്ല, അതിനെക്കുറിച്ചിട്ടുള്ള നമ്മളുടെ ആശങ്കകളുണ്ടാവാം. അതിനെക്കുറിച്ചിട്ടുള്ള പല പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കും. നമുക്കത് ഇങ്ങനെയൊക്കെ നടപ്പാക്കാം, അല്ലെങ്കിൽ അതിനുള്ള ഒരു മാസ്റ്റർ പ്ലാനിങ് നമ്മൾ നടത്തി വയ്ക്കും. പക്ഷെ അങ്ങനെ നമ്മൾ മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിച്ച് അല്ലെങ്കിൽ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് മറ്റൊരാളടുത്ത് നമ്മൾ പറയാൻ പാടില്ല. നമ്മുടെ പ്ലാന് നമ്മുടെ മനസ്സിൽ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. ഇനി നമ്മുടെ കുടുംബാംഗങ്ങളായിക്കോട്ടെ, നമ്മുടെ ബന്ധുക്കളായിക്കോട്ടെ, നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആരടുത്ത് നമ്മൾ അങ്ങനെ അത് പറയാൻ പാടില്ല. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നടപ്പാക്കാം എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും. നമ്മളൊരു വർഷമെന്നോ ഒരു 6 മാസം എന്നൊക്കെ നമ്മൾ അതിനൊരു കാലാവധിയൊക്കെ നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ പറയുമ്പോഴും പറയും, ഞാനതൊരു വർഷത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഒരു 6 മാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ ആ പറഞ്ഞ വ്യക്തി നമ്മൾ ആ 6 മാസമോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വർഷമോ അവർ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. നമ്മളത് ചെയ്ത് കാണിക്കാതിരിക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും ആ ഒരു സമയപരിധി കഴിയുമ്പോൾ അവർ തീർച്ചയായിട്ടും ചോദിക്കും, നീ അന്ന് വലിയ വായിൽ പറഞ്ഞല്ലോ, അത് അന്ന് അങ്ങനെ ചെയ്യാമെന്നും, അല്ലെങ്കിൽ നീ 6 മാസം കൊണ്ട് ഇങ്ങനെ ആക്കുമെന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തുകൊണ്ട് നടപ്പായില്ല, അന്ന് നീ വലിയ വായിൽ സംസാരിച്ചതാണല്ലോ, എന്ത് പറ്റി എന്നൊക്കെ നമ്മളോട് ചിലപ്പോൾ ചോദിക്കും. നമ്മളെ മനസ്സിൽ നിന്ന് അത് വിട്ടുപോയിട്ടുണ്ടാവും. നമുക്കൊരു ചിലപ്പോൾ ഒരു ഓർമ്മ പോലും ഉണ്ടാവില്ല നമ്മളാ കാര്യം അവരുടെ അടുത്ത് സംസാരിച്ചത്. പലരും അങ്ങനെയാണ്. നമ്മളെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് കാത്തിരിക്കുകയായിരിക്കും, നമ്മളത് നടപ്പാക്കിയോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒന്നും ആയില്ലല്ലോ, നീ അന്ന് നന്നായി പറഞ്ഞതായിരുന്നല്ലോ, അതിനെക്കുറിച്ചിട്ട് നിനക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞതായിരുന്നല്ലോ, ഇപ്പം എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ ആ കാര്യത്തിലേക്ക് ചിലപ്പോൾ വന്നിട്ട് പോലും ഉണ്ടാവില്ല. നമ്മളുടെ പ്ലാനിങ് ഒക്കെ മാറിയിട്ടുണ്ടായിരിക്കാം, നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തികം നമുക്ക് വന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തടസ്സം കാരണം കൊണ്ട് നമുക്ക് ആ കാര്യം നേടാനുള്ളൊരു അവസരം ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ പറഞ്ഞ ആൾ നമ്മളുടെ ആ ഒരു സമയപരിധി അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതിനിടയ്ക്കൊന്നും നമ്മളോട് അതിനെക്കുറിച്ച് ചോദിച്ചില്ലെങ്കിലും നമ്മൾ പറഞ്ഞ ആ ഒരു സമയപരിധി വരുമ്പോൾ അവർ തീർച്ചയായിട്ടും നമ്മളോട് ചോദിക്കും, എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചോദ്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ പല തീരുമാനങ്ങളും അല്ലെങ്കിൽ പല കാൽക്കുലേഷനും ലൈഫല്ലേ, തെറ്റിപ്പോവാം. എല്ലാം ഒന്നും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒരിക്കലും നടക്കില്ല. പക്ഷെ നമ്മൾ പറഞ്ഞ ആൾ നമ്മുടെ ആ ഒരു സംഭവം നമ്മൾ ചെയ്ത് കാണിക്കാനോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുകയായിരിക്കും. എന്തുകൊണ്ട് അവർ ചെയ്തില്ല എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. എന്നാൽ അതിനിടയ്ക്ക് നമ്മളടുത്ത് ചോദിക്കുമോ, നീ അന്ന് പറഞ്ഞതാണല്ലോ, എന്താ നീ അതിനൊന്നും തുടങ്ങാത്തത്, അല്ലെങ്കിൽ നീ അതിന് ശ്രമിക്കണില്ലേ, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എന്തായെന്നൊന്നും ചിലപ്പോൾ നമ്മളോട് മുൻകൂട്ടി ചോദിക്കില്ല. നമ്മൾ ചിലപ്പോൾ അതൊക്കെ അന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചാൽ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ആ പ്ലാനൊക്കെ മാറ്റിയിട്ടുണ്ടാവും. ജീവിതമല്ലേ, ഒരു പ്ലാനിങ്ങും മുൻകൂട്ടി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരിക്കലും നടക്കാതെ പോവുകയാണ് പലപ്പോഴും ഉണ്ടാവുക. അപ്പോൾ അത്തരം നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യങ്ങളും മറ്റൊരാളോട് പറയാതിരിക്കുക. ഇത്തരം നമ്മളെ മനസ്സ് വേദനിപ്പിക്കുന്ന തരത്തിലുള്ള സംസാരവും അല്ലെങ്കിൽ നമ്മളെ കൊച്ചാക്കുന്ന തരത്തിലുള്ള സംസാരങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ആ കാര്യം ചെയ്ത് കാണിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്നത്. നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ്, അതെല്ലാം നമ്മുടെ മനസ്സിൽ മാത്രം ഇരിക്കുകയാണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തതും ആരും അറിയാൻ പോകുന്നില്ല, നമ്മൾ നടപ്പാക്കാതെ പോയതും ആരും അറിയാൻ പോകുന്നില്ല. നമുക്ക് അത് നടപ്പാക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും അത് നടക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന അവനവന് സ്വന്തമായിട്ടുണ്ടാകുന്ന മാനസിക വേദന ഒരു വശത്തുണ്ടായിരിക്കും. പിന്നെ അത്രയും സമയപരിധി കഴിഞ്ഞിട്ട് നമ്മൾ ശ്രമിച്ചിട്ടും ചിലപ്പോൾ ആ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവില്ല. അപ്പം അത് നടക്കാതെ പോയതിൻ്റെ വിഷമത്തിൻ്റെ കൂടെ ഇത്തരം ആളുകളുടെ സംസാരം കൂടി വരുമ്പോൾ നമ്മൾ ആകെ തകർന്നു പോകും. അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ച കാര്യമൊക്കെ ചിലപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും.
പക്ഷെ നടക്കാതെ പോകുമ്പോഴാണ് അവർ നമ്മുടെ അടുത്ത് ചോദിക്കുക, സമയപരിധി വരുമ്പോൾ ചോദിക്കും, എന്തേ അത് നടക്കാതെ പോയത്, എന്തുകൊണ്ടാണ്, നീ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞതാണല്ലോ എന്നൊക്കെ അവർ നമ്മളോട് ചോദിക്കുക. അപ്പോൾ അത്തരം ചോദ്യങ്ങളെ ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ആരോടും പറയാതിരിക്കുക. ഇപ്പോൾ ചില വിവാഹം പോലുള്ള ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ ആരെങ്കിലും പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കുന്ന ഒരു വീട്ടുകാരാണെങ്കിൽ, ഇങ്ങനെ ഒരു കൂട്ടർ വന്നിട്ടുണ്ടായിരുന്നു, അവർ വന്നു പോയി കണ്ടു, മോളെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മളോട് ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ചോദിക്കും. സ്വാഭാവികമായിട്ടും നമ്മളെ വീട്ടിലേക്ക് വരുന്നത് കാണുമ്പോഴൊക്കെ സ്വാഭാവികമായിട്ടും ചോദിക്കും, അങ്ങനെ ആരോ വിവാഹക്കാരാണോ വന്നത്, അതോ ആരാ വന്നതെന്നൊക്കെ അന്വേഷിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പറയും ചെയ്യും, അതിങ്ങനെ ഒരു ആലോചന വന്നതായിരുന്നു, പയ്യൻ വന്ന് കണ്ടു, അപ്പോൾ പയ്യന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊന്നും ആയിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അവരൊരു 2 or 4 അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് അവർ വീണ്ടും ചോദിക്കും, വിവാഹകാര്യം എന്തായി എന്നൊക്കെ. അപ്പം നമ്മൾ ആ കാര്യം അവരുടെ അടുത്ത് പറഞ്ഞതുകൊണ്ടല്ലേ അവർ വീണ്ടും നമ്മളോട് ചോദിക്കണത്. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാൻ എല്ലാവർക്കും ആഗ്രഹമായിരിക്കും, അല്ലെങ്കിൽ ഉത്സാഹമായിരിക്കും. അപ്പോൾ അത് നടക്കാതെ പോയതിന് പിന്നെ പറയുന്ന കഥകൾ ചിലപ്പോൾ വേറെ നമ്മൾ ഉദ്ദേശിക്കാത്ത കഥകളൊക്കെ ആയിരിക്കും. പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് അത് നടക്കാതെ. ഒരു വിവാഹം നടക്കാതിരിക്കാൻ പല കാരണങ്ങളുണ്ടായിരിക്കാം. ഒരു കുട്ടിയെ ഇഷ്ടപ്പെടുന്നതോ ഇഷ്ടപ്പെടാത്തതോ മാത്രമൊന്നും ആയിരിക്കില്ല. 2 വീട്ടുകാർ തമ്മിലുള്ള കാര്യങ്ങളാണ്. പല കാര്യങ്ങളും ആലോചിച്ച് വരുമ്പോൾ നമുക്ക് ചിലതൊന്നും നമുക്ക് 2 കൂട്ടർക്കും താല്പര്യമില്ലാത്ത പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ആരും ആലോചിക്കില്ല. വേഗം ഈ കുട്ടിയുടെ തലയിൽ, അല്ലെങ്കിൽ കുട്ടിയെ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ പറയും ഇവർക്ക് ഡിമാൻഡ് കൂടുതലാണ്, പിന്നെ എങ്ങനെ ഇവർക്ക് പയ്യനെ എങ്ങനെ പറ്റും. അപ്പോഴും എന്താണ്, ഇവിടെയാണ് കുറ്റം ആരോപിക്കുക. ഒന്നുകിൽ ആ കുട്ടിക്ക് സൗന്ദര്യം ഇല്ല, ഇത്ര കുറച്ച് സൗന്ദര്യമൊക്കെ അല്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെ അവന് പറ്റുക, അങ്ങനെയൊക്കെ പല കാര്യങ്ങളായിരിക്കും പിന്നീട് മറ്റുള്ളവർ പറയുന്നത്. അങ്ങനെ നമ്മുടെ എന്ത് കാര്യങ്ങളാണെങ്കിലും മറ്റുള്ളവർ അത് അറിഞ്ഞു കഴിയുമ്പോൾ അതിന് നമ്മൾ ഉദ്ദേശിക്കാത്ത പല കാര്യങ്ങളായിരിക്കും അതിന് ഡെഫിനേഷനായിട്ട് അവർ കണ്ടിട്ടുണ്ടാവുക. നമ്മൾ കൊടുക്കുന്ന റിപ്ലൈയിലൊന്നും അവർക്ക് തൃപ്തി ഉണ്ടാവില്ല. അവരുടേതായ കുറച്ച് കഥകളും കൂടി അതിൽ ആഡ് ചെയ്തിട്ടായിരിക്കും അവരത് സ്പ്രെഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് പല കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്തതായിരിക്കും പുറത്ത് അഭിപ്രായമായിട്ട് വരുന്നത്. ഒരാളോടും നമ്മൾ എന്താണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇത്തരം കാര്യങ്ങളാണ് അതിൻ്റെ പുറത്ത് പറഞ്ഞിട്ടുണ്ടാക്കുന്നത്. ഇതൊക്കെ ഓരോരുത്തരുടെ അനുഭവങ്ങളിലൂടെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പലരും ഇതിനെക്കുറിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പലപ്പോഴായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചതാണ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. ജോലിയുടെ കാര്യമൊക്കെ വരുമ്പോഴാണ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന്. എവിടെയെങ്കിലും ഒരു ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒരു ഇൻ്റർവ്യൂവിൻ്റെ ലെറ്ററൊക്കെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയും, ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് ഇൻ്റർവ്യൂ ഉണ്ട്, അതിന് പോയി നോക്കണം. അപ്പോഴേക്ക് മറ്റുള്ളവരെന്താ പറയുക, അത് ജോലി കിട്ടി എന്നുള്ള ഒരു രൂപത്തിലാക്കും. പിന്നെ അതിൻ്റെ ഇൻ്റർവ്യൂവിനൊക്കെ പോയി കുറച്ച് ദൂരെയൊക്കെ ആണെങ്കിൽ ഒരു ദിവസത്തെ ട്രാവലിങ്ങോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അവർ പറയും, ജോലി സ്ഥലത്തേക്ക് പോയി ജോലി കിട്ടിയെന്ന് വരെ ആക്കി മാറ്റും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ സമൂഹത്തിലുള്ള കാര്യങ്ങൾ. ഒന്നായിരിക്കും സംഭവിക്കുക, അതിൻ്റെ പറച്ചിലും അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ മറ്റു പല കാര്യങ്ങളും ആയിരിക്കും. അപ്പോൾ ഒരാളും സത്യാവസ്ഥ എന്താണെന്നോ അത് മനസ്സിലാക്കിയിട്ടൊന്നും ആവില്ല സംസാരിക്കുക. കേട്ടതിന്മേൽ കേട്ട് മറ്റുള്ളവരോടൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെ പല ഇല്ലാത്തതായിട്ടാണ് സ്പ്രെഡ് ചെയ്ത് പോവുക. പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അറിഞ്ഞു വരുമ്പോൾ എന്താണ്, ആരും പറഞ്ഞ ആൾക്കാരും ഉണ്ടാവില്ല, ചോദിച്ച ആൾക്കാരും ഉണ്ടാവില്ല, കേട്ട ആൾക്കാരും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് ലാസ്റ്റ് അതിൻ്റെ അന്ത്യം ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കാതിരിക്കുന്നതിനാണ് നല്ലത്. പിന്നെ അതിനെക്കുറിച്ചിട്ട് അവർ എന്തെങ്കിലും അഭിപ്രായം പറയുന്നതിനേക്കാളും നല്ലത്, അല്ലെങ്കിൽ നമ്മളത് ചെയ്തത് കാണിക്കാതിരിക്കുകയോ നമുക്കത് നടക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആരോടും സമാധാനം പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഉദ്ദേശിച്ചു, ആ കാര്യം നടന്നില്ല. പിന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ചില ആൾക്കാർ ലോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ഉപകരണങ്ങളോ മറ്റു എന്തെങ്കിലുമൊക്കെ പലരും വാങ്ങിക്കുന്നതൊക്കെ എന്താണ്, ലോൺ എടുത്തിട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ആയിരിക്കും. എല്ലാം ഒന്ന് ജസ്റ്റ് റെഡിയാക്കുക എന്നുള്ള ഉദ്ദേശത്തിലൊക്കെ ആയിരിക്കും പലരും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ പലരും പറയുന്നത്, അവൻ്റെ അടുത്ത് പൂത്ത കാശാണ്, അപ്പോൾ അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇതെന്തെല്ലാം ഒരുമിച്ച് ചെയ്യുന്നു. അപ്പോൾ ഈ ലോൺ എടുത്ത വിവരം നമ്മൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമോ? ആരും ലോൺ എടുത്ത വിവരമൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്തുനിന്ന് ക്യാഷ് തിരിച്ചതൊന്നും ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ ഒരുവിധ ആൾക്കാരും ആരോടും പറയുണ്ടാവില്ല. അപ്പോൾ മറ്റുള്ളവരെന്താ വിചാരിക്കുക, അത്രയും കാശ് ഇരിക്കുകയാണ്, അപ്പോൾ ഇപ്പം എല്ലാം കൂടി ഒരുമിച്ചെടുത്ത് ഉപയോഗപ്പെടുത്തുകയാണ്, അപ്പോൾ ഇനിയും ഇങ്ങനെ എത്ര കാശുണ്ടെന്ന് അവൻ്റെ കയ്യിലെന്ന് അറിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിനെക്കുറിച്ചിട്ടുള്ള കമൻറ്റുകൾ അങ്ങനെയാണ് ആൾക്കാർ പറയുക. അപ്പോൾ ഈ ആളുടെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഇയാൾ ആ കാര്യങ്ങൾ എങ്ങനെയാണ് എല്ലാം കൂടി ഒരുമിച്ച് യോജിപ്പിച്ച് വെക്കുന്നതെന്നൊന്നും ആരും അറിയില്ല. ബഹുജനം പലവിധം എന്ന് പറയുന്നത് പോലെ പലർക്കും പലതും പറയാം, എന്തിനെക്കുറിച്ചും അഭിപ്രായം പറയാം, ഏത് കാര്യങ്ങളും കേട്ടതാവാം കേൾക്കാത്തതാവാം, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ സാധിക്കും.
അപ്പോൾ ഉള്ള സത്യം വേറൊന്നായിരിക്കും, എല്ലാവരും പറഞ്ഞു വരുമ്പോൾ മറ്റൊരു സത്യമായിട്ട് അത് മാറും. പിന്നെ അതൊക്കെ ലൈഫിലുണ്ടാവുന്ന ചില കാര്യങ്ങളാണ്. എല്ലാവരുടെയും ലൈഫിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളാ കാര്യമൊക്കെ മറന്നു പോയിട്ടുണ്ടായിരിക്കും. പിന്നെ കുറേ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് മറ്റുള്ളവർ പറയുമ്പോഴാവും ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങളോട് എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ ചോദിക്കുക. ചിലപ്പോൾ അങ്ങനെ നമ്മൾ ചില ആൾക്കാരൊക്കെ എന്താണ് പറഞ്ഞു പോകുന്ന ആ ഫ്ലോയിൽ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് തുറന്നു പറയുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ അവരാണെങ്കിലോ ഇത് നമ്മുടെ അടുത്തുനിന്ന് ചൂഴ്ന്നെടുക്കാൻ വേണ്ടിയിട്ട് അതിനോടനുബന്ധമായ പല കാര്യങ്ങളും നമ്മളോട് ചോദിക്കും. അപ്പം നമ്മളറിയാതെ തന്നെ നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ അതിൽ നിന്നും അവരെന്താണ് ഇവരുടെ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നമ്മുടെ മനസ്സിൽ എന്താണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്ലാനിങ് എന്താണെന്നൊക്കെ അവർക്ക് പ്രത്യേകിച്ചും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതിന് കഴിവുള്ള കുറേ ആൾക്കാരുണ്ട്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ചൂഴ്ന്നു കയറി അതിൻ്റെ ഉൾവശങ്ങളൊക്കെ തുറന്ന് നമുക്ക് അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുന്നത്. എന്തപ്പോൾ അതുകൊണ്ടൊരു നേട്ടം എന്ന് ചോദിച്ചാൽ അത് അവർക്കൊരു സംതൃപ്തി അത്ര മാത്രമേ അതുകൊണ്ടുണ്ടാവുള്ളൂ. പലർക്കും അതേ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയുമ്പോൾ എന്താണ് ഒരു സംതൃപ്തി, അത്രയല്ലേ ഉള്ളൂ. പിന്നെ ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെയാണ്. കുറേ നമ്മൾ ഉള്ളതുണ്ടാവും, കുറേ ഇല്ലാത്തതുണ്ടാവാം. ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ജീവിതം എന്ന് പറഞ്ഞാൽ. കുറേ നല്ല കാലങ്ങളും നല്ല അവസ്ഥകളും ഉണ്ടാകുമ്പോൾ കുറേ നമുക്ക് മോശം അവസ്ഥകളും മോശം കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കും. എപ്പോഴും ഒരുപോലെ ഒന്നും ആവില്ല. ഇപ്പോൾ ഒരു പുഴ എടുത്ത് നോക്കിയാൽ തന്നെ എന്നും പുഴ ഒരേപോലെ ഒഴുകൊന്നുമില്ലല്ലോ. മഴ പെയ്യുന്ന സമയത്ത് കുറച്ച് ഒഴുക്ക് കൂടും, മഴ ഇല്ലാത്ത സമയത്ത് അതിനനുസരിച്ചായിരിക്കും പുഴയിലുള്ള വെള്ളം ഉണ്ടാവുക. ഇത് ജലനിരപ്പ് ഉയർന്നിട്ടും താഴ്ന്നിട്ടും ഒക്കെ തന്നെയാണ് ഒരു പുഴയാണെങ്കിലും സമുദ്രമാണെങ്കിലും എല്ലാത്തിലും ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് മനുഷ്യ ജീവിതം. ഓരോ ഇറക്കങ്ങൾ ഉണ്ടാവാം, ഓരോ കയറ്റങ്ങൾ ഉണ്ടാവാം. കുറേ നമുക്ക് നല്ലത് തരുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് മോശം ഉണ്ടായിരിക്കാം. അപ്പോഴല്ലേ നമ്മളുടെ ജീവിതം ആവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്നല്ലേ പാഠങ്ങൾ ഉൾക്കൊള്ളുള്ളൂ. ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുപാട് പാഠങ്ങൾ ഉള്ള ഒരു പുസ്തകം തന്നെയാണ് ഇത്. ഓരോ അധ്യായവും മറിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ ഓരോ കാലഘട്ടവും നമ്മുടെ ലൈഫിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ രീതിയിൽ തന്നെയാണ്. ഇപ്പം നമ്മുടെ ബാല്യകാലത്തുള്ളത് പോലെയല്ല കൗമാരത്തിലുള്ളത് പോലെയല്ല യൗവനം വരുമ്പോൾ, യൗവനത്തിലുള്ളത് പോലെയല്ല നമ്മുടെ വാർദ്ധക്യത്തിൽ വരുന്നത്. എല്ലാം വ്യത്യസ്തമായിട്ടല്ലേ, ഒരുപോലെ ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. അതുപോലെ തന്നെയാണ് എല്ലാം വരും പോവും. നമ്മൾ നല്ലതിനെയൊക്കെ മുറുകെ പിടിക്കുക, ചീത്ത കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെ ദൂരെ നിർത്തുക. നമ്മുടെ ലൈഫിലുള്ള അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സക്സസ് ആക്കി എടുത്തതിന് ശേഷം മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ പ്ലാനിങ് ഒരിക്കലും മറ്റുള്ളവരോട് പറയാതിരിക്കുക. പ്ലാനിങ് നല്ലതായാലും അത് നടന്നാലും നടന്നില്ലെങ്കിലും അതിൻ്റെ സന്തോഷവും സങ്കടമൊക്കെ നല്ലതാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുക. അവരത് സന്തോഷിക്കുകയോ സങ്കടപ്പെടുകയോ സന്താപം ഉൾക്കൊള്ളുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിക്കുക. മറ്റൊരു വിഷയവുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.